ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. ആവണിയുടെ നെഞ്ചിടിപ്പിന്റെ താളവും രാഗവും മുറുകി. അവൾ ഇരു കൈകൊണ്ടും രണ്ട് ചെവികളും പൊത്തിപ്പിടിച്ച് ദീർഘമായി ശ്വസിച്ചു. തന്റെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോകുന്നത് പോലെയും കൈയും കാലും ദേഹവും തളരുന്നത് പോലെയും അവൾക്ക് തോന്നി. പില്ലോ കൈ എത്തിച്ചെടുത്ത് നെഞ്ചോട് ചേർത്ത് ഇറുക്കി പുണർന്നു. അതും പോരാഞ്ഞ് അവൾ ആ പില്ലോയുമായി ബെഡിൽ കമിഴ്ന്നു കിടന്നു. ബെഡിൽ കിടന്ന് ഉരുണ്ടു. ഒരിടത്ത് ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനോ വയ്യാത്ത അവസ്ഥയായി. ഈശ്വര, മഹാദേവ, ഇതാണോ പ്രണയം? എന്റെ ഹൃദയത്തിന് ഇത് താങ്ങാൻ ശക്തിയില്ല. ഒരു മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു. ഈ ഹൃദയഭാരം ഇവിടെ ഇറക്കി വെക്കാം. അവൾ ഫോൺ എടുത്തു. ഒരു കണ്ണടച്ച് നാവ് നീട്ടി കുസൃതിയോടെ നിൽക്കുന്ന ആവണിയുടെ മുഖം സ്ക്രീനിൽ തെളിഞ്ഞു. ഫോൺ അറ്റൻഡ് ചെയ്യാൻ അവന്റെ കൈകൾ പൊങ്ങിയില്ല. വീണ്ടും റിംഗ് ചെയ്തപ്പോൾ അവൻ കോൾ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ രാത്രിയിൽ അവൾ ഇവിടേക്ക് വരുമെന്ന് ദേവന് തോന്നി. ദേവേട്ടാ, ഉറങ്ങാനും സമ്മതിക്കില്ലേ എന്റെ ആവണി? ഉറങ്ങിയോ ഇത്രയും പെട്ടെന്ന്? ഇല്ലടി, ഞാനിവിടെ തലകുത്തി നിന്ന് ഡാൻസ് ചെയ്യാ. ദേവേട്ടാ, ഒന്നിങ്ങ് വരുമോ? എന്തേ, എന്തെങ്കിലും പ്രോബ്ലം? അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. ഒന്നുമില്ല. അല്ല, ഉണ്ട്. നീ എന്തൊക്കെയായി പറയുന്നത്? ദേവേട്ടാ, ഞാൻ ആയുഷ്മാൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. വാട്ട്? എനിക്കെന്തോ വല്ലാത്ത പെടപെടുപ്പ്. ഇങ്ങനെ ആദ്യായിട്ടാ. ദേവേട്ടാ, കേൾക്കണില്ലേ? മറുതലക്കിലെ നിശബ്ദത അവൾക്ക് അസഹനീയമായി. ഉവ്, പിന്നെന്താ ഒന്നും പറയാത്തേ? ഞാൻ എന്താ പറയേണ്ടത്? ശരിയാ, ആയുഷ്മാൻ റിപ്ലൈ ചെയ്യൂ ദേവേട്ടാ. ഇല്ല. ഇല്ലെന്നോ? ദേവേട്ടൻ എന്താ ഇത്ര ഉറപ്പ്? അല്ല, അങ്ങനെയല്ല. അയാൾ റിപ്ലൈ ചെയ്യാൻ ചാൻസ് ഇല്ല. ഇല്ലേ? ഉവ്, അയാൾ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യും. അവൾ ഫോൺ കട്ട് ചെയ്തു. ആയുഷ്മാൻ റിപ്ലൈ ചെയ്യില്ല എന്ന് ചിന്തിക്കാൻ കൂടി അവൾക്ക് ശക്തിയില്ലായിരുന്നു. ലാപ്ടോപ്പ് ഓൺ ചെയ്ത് നോക്കണമെന്ന് മനസ്സാഗ്രഹിച്ചെങ്കിലും എഴുത്തുകാരന്റെ മറുപടി എന്താവും എന്നോർത്തപ്പോൾ ചെറിയൊരു ഭയം അവളെ മൂടി. അവൾ പില്ലോയിൽ മുഖമമർത്തി കണ്ണുകൾ അടച്ചു. അതേസമയം ആവണിയുടെ കോൾ ദേവന്റെ ഉറക്കം മോഷ്ടിച്ചു. ഉറങ്ങാനാവാതെ വിറയ്ക്കുന്ന ഹൃദയത്തോടെ അവൻ മെഴുതിരിവെട്ടം എന്ന ബ്ലോഗ് ഓപ്പൺ ചെയ്തു. ഒരാഴ്ചയായി ആവണി കാത്തിരുന്ന ആയുഷ്മാന്റെ റിപ്ലൈ വരാഞ്ഞ് അവളുടെ നിരാശ സങ്കടത്തിന് വഴിമാറി തുടങ്ങി. എന്താ ദേവേട്ടാ അയാൾ റിപ്ലൈ ചെയ്യാത്തെ എന്ന ആവണിയുടെ ചോദ്യങ്ങളിലെ വേദന അവന്റെ നെഞ്ചിൽ സൂചിമുനകളായി തറച്ചുകൊണ്ടിരുന്നു. ദേവാ, ആവണിക്ക് എന്തോ ഒരു സങ്കടമുണ്ട്. അവൾ ആകെ മാറിയതുപോലെ. ഞാൻ കുറെ ചോദിച്ചു, അവൾ ഒന്നും പറയുന്നില്ല. അവൾ നിന്നോടെല്ലാം പറയാറുണ്ടല്ലോ. നിനക്കെന്തെങ്കിലും തോന്നിയോ? സീത സങ്കടം പറഞ്ഞു. ഇല്ല സീതാമ്മേ, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കാം അവളോട്. വല്ല പ്രണയത്തിലും പെട്ടിട്ടുണ്ടാവും. ഉമ ദേവൻ മാത്രം കേൾക്കത്തക്ക രീതിയിൽ പറഞ്ഞു. ഇല്ലാത്തതൊന്നും പറയണ്ടാട്ടോ ഉമേ നീയ്, ദേവൻ ഇഷ്ടക്കേടോടെ പറഞ്ഞു. എന്തേ ആവണി, നീ ആകെ ഏതോ സങ്കടത്തിലാണെന്ന് പറഞ്ഞല്ലോ സീതമ്മ. എന്തു പറ്റി എന്റെ ആവണിക്കുട്ടിക്ക്? സീത നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്ന ആവണിയെ അടുത്തു പിടിച്ചിരുത്തി ദേവൻ ചോദിച്ചു. ആവണി അവനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം അവനിൽ വീണ്ടും കുറ്റബോധത്തിന്റെ വിങ്ങലുണ്ടാക്കി. ഇത്രയും നാളെ ഞാൻ വായാടിയായാണ്. ഒരു അച്ചടക്കവുമില്ല, അനുസരണയില്ല, ഒരു കാര്യം വൃത്തിയായി ചെയ്യില്ല, അടക്കവും ഒതുക്കവും ഇല്ല എന്നൊക്കെയുള്ള പരാതികളായിരുന്നല്ലോ. ഞാൻ ഇനിയൊന്ന് നന്നാവാന്ന് തീരുമാനിച്ചു, ഉമേച്ചിയെ പോലെ. ആവണി ഇഷ്ടപ്പെടാതെ പറഞ്ഞു. നീ ഇങ്ങനെ നന്നാവണ്ട, പഴയ പോലെ തന്നെ മതി. നീ ഉമയെ പോലെ ആവണ്ട, നീ തന്നെ ആയാ മതി. വഴക്ക് പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ ഞങ്ങൾക്ക്? ദേവൻ പറഞ്ഞു. ദേവന്റെ അഭിപ്രായത്തെ സപ്പോർട്ട് ചെയ്ത് സീത അവളുടെ മുടിയിഴകൾ തലോടിക്കൊണ്ട് പറഞ്ഞു. വേണ്ട, എന്റെ കുട്ടി നന്നാവണ്ട, നീ പഴയ പോലെ തന്നെ മതി. ആ കുറുമ്പും വഴക്കും തോന്നിയാസവും ഒക്കെയായി ഒച്ചപ്പാടും ബഹളവും, അല്ലെങ്കിൽ ഈ വീട് ഉറങ്ങിപ്പോവും. മോളെ ഉമ്മേ, നിന്റെ അഹങ്കാരത്തിനുള്ള ആദ്യത്തെ അടിയാണിത്. അവരുടെ സംസാരം കേട്ട ആവണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആവണി, അവൾക്ക് അഹങ്കാരമൊന്നുമില്ല, ദേവന്റെ ഭാഗ്യം തന്നെയാ അവള്. ഉമയുടെ മുഖം മങ്ങിയത് കണ്ട് സീത പറഞ്ഞു. ചെറിയൊരു അഹങ്കാരമൊക്കെ ഉണ്ട്.
ഞാൻ എല്ലാം തികഞ്ഞവളാണെന്ന അഹങ്കാരം, എല്ലാവരും പൊക്കിക്കൊണ്ട് നടക്കുന്നതിന്റെ ചെറിയൊരു അഹങ്കാരം. അത് ശരിയാ. ഉമയുടെ അനുജൻ ഉദയ് അവളെ ശുണ്ടി പിടിപ്പിക്കാൻ ആവണിക്കൊപ്പം ചേർന്ന് പറഞ്ഞു. ഉമ കെറുവിച്ച് എഴുന്നേറ്റ് പോയി. ദേവേട്ടൻ പിണക്കം തീർക്കാൻ ചെല്ലാനുള്ള അടവാ, മൈൻഡ് ചെയ്യണ്ട, ഉദയ് കളിയായി പറഞ്ഞു. ആവണിയുടെ മൗനം ആ വീടിനെ ഉറക്കിക്കളയുമെന്ന് എല്ലാവരും മനസ്സിലാക്കുകയായിരുന്നു. ആവണി സീതയെ ചുറ്റിപ്പിടിച്ചു. ദേവൻ അവളെ നോക്കി കണ്ണു ചിമ്മി. നേർത്ത പ്രതീക്ഷയോടെ തന്നെയാണ് ആവണി അന്നും ബ്ലോഗ് ഓപ്പൺ ചെയ്തത്. എന്തെങ്കിലും ഒരു മറുപടി ഉണ്ടാവണേ എന്ന അവളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ അവൾ തളർന്നു പോകുന്നത് കാണാൻ മഹാദേവന് കഴിയില്ലായിരുന്നു. ആവണി, നിനക്ക് പ്രണയമാണ്. ആരോട്? എന്നോടോ? എന്റെ തൂലികയോടോ? ആ മെസ്സേജ് കണ്ടതും അവൾക്ക് തന്റെ ഹൃദയം പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി. ഒറ്റനോട്ടത്തിൽ വായിച്ചത് ഉറപ്പിക്കാനായി അവൾ ഒന്നുകൂടി വായിച്ചു. അതെ, ആയുഷ്മാൻ തനിക്ക് മറുപടി അയച്ചിരിക്കുന്നു. തന്റെ വാക്കുകൾ ശ്രദ്ധിച്ചിരിക്കുന്നു. അറിയാതെ അവളുടെ കണ്ണുകൾ നനഞ്ഞു. ബെഡിൽ നിന്നും ചാടിയിറങ്ങി അവൾ ഓടുകയായിരുന്നു. ദേവന്റെ മുറിക്ക് മുന്നിൽ അവളുടെ കാലുകൾ നിശ്ചലമായി. വാതിൽ തള്ളി തുറന്ന് അവൾ അകത്തേക്ക് കയറി. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ദേവന്റെ മുന്നിലെത്തി നിന്നും അവൾ കിതച്ചു. അടുത്ത നിമിഷത്തിൽ ഒരു കാറ്റുപോലെ അവൾ അവനെ പൊതിഞ്ഞു. പെരുവിരലിൽ ഉയർന്ന് അവളുടെ ഒരു കൈ അവന്റെ കൈകൾക്കിടയിലൂടെ മുതുകിനെയും ഒരു കൈ അവന്റെ കഴുത്തിലൂടെയും ചുറ്റി അവനെ പുണർന്നു. അവൾ സർവശക്തിയും എടുത്ത് 1000 സന്തോഷത്തോടെ അവനെ ഇറുക്കെ പുണർന്നു. അവളുടെ മുഖം അവന്റെ മാറിനും കഴുത്തിനുമിടയിൽ അമർന്നു. അവളുടെ ശ്വാസത്തിന്റെ ഗന്ധം അവന്റെ നെഞ്ചിലൂടെ കടന്ന് ഹൃദയഭിത്തികളിൽ തട്ടി ആത്മാവിൽ പ്രതിധ്വനിച്ചു.